ചില സിനിമകൾ അങ്ങനെയാണ്. കാലമെത്ര കഴിഞ്ഞാലും ജനപ്രീതിയിൽ യാതൊരു കോട്ടവും വന്നു കാണില്ല. അത്തരമൊരു സിനിമയാണ് 'വിക്രമാദിത്യൻ'. 2014-ൽ ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ 'വിക്രമാദിത്യൻ' ഇന്നും മിനി സ്ക്രീനിൽ അടക്കം ആവർത്തിച്ച് കാണുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ ദുൽഖർ സൽമാൻ കോംബോ കാണാൻ വേണ്ടി. 'വിക്രമാദിത്യന്' രണ്ടാം ഭാഗം വരുമെന്ന വാർത്തയാണ് 2021-ലാണ് പുറത്തു വന്നത്. ലാൽ ജോസ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചതും. ഇപ്പോഴിതാ സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പങ്കുവെക്കുകയാണ് സംവിധായകൻ. 'വിക്രമാദിത്യൻ' രണ്ടാം ഭാഗത്തിന്റെ പണികൾ നടക്കുന്നുണ്ട്. വൺ ലൈൻ കാര്യങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട്. നിലവിൽ കെ.എൻ. പ്രശാന്തിന്റെ 'പൊന്നം' എന്ന നോവൽ സിനിമയാക്കാനുള്ള പരിപാടിയാണ്. ആ ചിത്രത്തിൽ ഫഹദുണ്ട്. മറ്റുള്ളവർ കൺഫേം ആയിട്ടില്ല എന്ന് ലാൽ ജോസ് പറയുന്നു. ഫീൽ ഗുഡ് ജോണറിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു 'വിക്രമാദിത്യൻ'. ഉണ്ണി മുകുന്ദൻ, ദുൽഖർ സൽമാൻ എന്നിവരെ കൂടാതെ അനൂപ് മേനോൻ, ലെന, സന്തോഷ് കിയാറ്റോർ, ജോയി മാത്യു തുടങ്ങിയവരും നിവിൻ പോളി അതിഥി വേഷത്തിലും എത്തിയിരുന്നു. രണ്ടാം ഭാഗത്തിൽ നിവിൻ ഉണ്ടാകുമെന്നോ പറയാനാകില്ലെന്നും ആദ്യ ഭാഗത്തെ പോലെ തുല്യ പ്രാധാന്യമുള്ള ദുൽഖറിനും ഉണ്ണി മുകുന്ദനുമെന്നും നേരത്തെ ലാൽ ജോസ് പറഞ്ഞു. ഇവർക്കും പുറമെ മറ്റൊരു നടൻ കൂടി സിനിമയിലുണ്ടാകും. അത് പറയാറായിട്ടില്ലെന്നും ആ നടനോട് പറഞ്ഞിട്ടുണ്ടെന്നും ലാൽ ജോസ് പറഞ്ഞു. അതേസമയം 'ഗെറ്റ് സെറ്റ് ബേബി'യാണ് ഉണ്ണി മുകുന്ദൻ്റേത് ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം. 'ലക്കി ഭാസ്കറാണ്' ദുൽഖറിന്റെ തിയേറ്ററിലെത്തിയത്. ഈ പടത്തിന്റെ പ്രകടനത്തിന് തെലുങ്കാന സെക്കൻഡ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ദുൽഖർ തേടിയെത്തിയിരുന്നു.